ഇല്ല, അവർ പിന്നെ അതിനെ പറ്റി ചോദിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇല്ല, പിന്നെ വിളിച്ച് തിരക്കിയൊന്നുമില്ല, വിളിച്ചിട്ടില്ല. കൈ ഇപ്പം പുഴവെള്ളം വെച്ച് തെറ്റി കിടക്കുകയാണ്. ഇനി ഓപ്പറേഷൻ ചെയ്താലേ അത് നേരെ ആവത്തോളം എന്നാ പറയുന്നത്. അത് ഇടിച്ചടിയല്ല, ഫ്രണ്ട്സൊക്കെ ആയിരുന്നു നോക്കി. അവര് പിന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം അവർ തന്നെ ആയിരുന്നു. പിന്നെ അവരെ കൂട്ടത്തിൽ ഒരാൾ വന്നെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, എന്നിട്ട് പിന്നെ അവരങ്ങ് പോയെന്ന് പറയും. പിന്നെ അതിനെപ്പറ്റി പിന്നെ ഞാൻ ചോദിച്ചൊന്നുമില്ലായിരുന്നു. അവിടെ നിന്ന് അവർ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ. ഹായ് ഫ്രണ്ട്സ്, അൽത്തോഫാണ്. ഞാനിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത്. കഴിഞ്ഞ ദിവസം ചങ്ങാതിക്കൂട്ടം ചാനലിൽ പേജിൽ ഞാനൊരു വീഡിയോ കാണാനിടയുണ്ടായി. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ സ്കൂളടപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മളെല്ലാവരും ഈ പറയുന്ന ടൂറും കാര്യങ്ങളൊക്കെ പോകുന്ന ആളുകളാണ് അല്ലേ. അപ്പം നമ്മൾ പ്രധാനമായിട്ട് ആശ്രയിക്കുന്ന ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് വണ്ടർല എന്ന് പറയുന്നത്. നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്ന, മുൻപ് വീഗാലാൻഡ് ആയിരുന്നു, ഇപ്പോൾ വണ്ടർല എന്ന് നമ്മൾ വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് തവണ പലരും പോയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരു യുവാവിന് പോയിട്ടുണ്ടായ ഒരു അനുഭവം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ചങ്ങാതിക്കൂട്ടം പേജിൽ അവർ കൊണ്ടുവരികയുണ്ടായി. അദ്ദേഹം ഏതോ ഒരു റൈഡിൽ കയറിയിട്ട് അദ്ദേഹത്തിന്റെ കൈ ഊരിപ്പോയി, തോളുന്ന്. അങ്ങനെ ഊരിപ്പോയിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥ. പയ്യൻ ഗൾഫിൽ നിന്നൊക്കെ വന്ന് നിൽക്കുന്ന സമയമായിരുന്നു. തിരിച്ചു പോകാൻ ആ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു സംഭവം ആ പയ്യൻ തന്നെ വിവരിക്കുന്നുണ്ട്. ഞാൻ അതോട്ട് വെക്കാം. പറയുന്ന വണ്ടർല അവർ വളരെ സുരക്ഷിതമായിട്ടാണ് പല റൈഡുകളും കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് കൊണ്ടുവന്നതെങ്കിലും ഒരു പക്ഷെ അവിടെ എത്തുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ കൃത്യമായ ഉത്തരവാദിത്തം ഈ പറയുന്ന വണ്ടർല കൊടുക്കണം. ഇനിയിപ്പോൾ വണ്ടർലയുടെ ടിക്കറ്റിൽ ഇതൊക്കെ ചിലപ്പോൾ അവർ ഈ പറയുന്നത് NB എന്ന് എഴുതിയിട്ടോ ഇല്ലേ കണ്ടീഷൻ, ടേംസ് ആൻഡ് കണ്ടീഷൻ എഴുതിയിട്ടോ ഒക്കെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. എങ്കിലും അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തേണ്ട അവരുടെ ആവശ്യമാണ്. ഒരാൾക്ക് പോലും ഒരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവാതെ എന്തെങ്കിലും അവർക്ക് അപകടങ്ങൾ ഇനിമേൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് അവരുടെ റൈഡിൽ കയറിയിട്ടുണ്ടാകുന്ന അപകടങ്ങളാണല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഒരു ബാധ്യതയുമാണ്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, ഈ പയ്യന് കൈ എന്തോ കുഴ കാര്യങ്ങളോ തെറ്റുന്നു. ഉടനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, എക്സ്റേ കാര്യങ്ങൾ എടുത്ത് നോക്കുന്നു, അതിന് പയ്യനെ ശേഷം വിടുന്നു. പക്ഷേ ഈ പയ്യൻ തിരിച്ച് നാട്ടിലെത്തി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേനും കുഴ തെറ്റിയതാണ്, ഓപ്പറേഷൻ വേണ്ടി വരുന്നു എന്ന് അറിയുന്നു. അവിടെ തന്നെ ഏകദേശം ഇനി 1 ലക്ഷം രൂപയുടെ അടുത്ത് ചികിത്സ ചെയ്യേണ്ട ഗതിയിലേക്ക് വരുന്നത്. 1500 കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് അതിനുശേഷം 1 ലക്ഷം രൂപ ചെലവാക്കേണ്ടി വരുവാണെങ്കിൽ അതിനുശേഷം സമയവും സമാധാനവും എല്ലാം നഷ്ടപ്പെടുവാണെങ്കിൽ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ. അത് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയം ശ്രീ ഔസേബ് ചിറ്റിലപ്പള്ളിയിലേക്ക് കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വിഷയം ഇങ്ങനെ ഇപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അറിഞ്ഞ് ഒരുപാട് സ്കൂൾ അടപ്പും കാര്യങ്ങളും ഈ വെക്കേഷൻ ടൈമിലെല്ലാം ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. ഓരോ റൈഡിലും കൂടെ കയറുമ്പോൾ റൈഡ് എത്രത്തോളം കംഫർട്ട് ആണെങ്കിലും സുരക്ഷിതമാണെങ്കിലും നമ്മൾ കൂടെ നമ്മുടെ കാര്യം ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് അത് നമുക്ക് മാത്രം നഷ്ടം. എത്ര നഷ്ടപരിഹാരം കിട്ടിയാലും എത്ര പേര് നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും നമ്മളായിട്ട് പോയി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പ്രശ്നമാണ്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ ഉത്തരവാദിത്തം ഈ പറയുന്ന കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ആ പയ്യന് പറ്റിയ ആ ഒരു സംഭവം, ഒരു ഇൻസിഡന്റ് ഇവിടെ വിവരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. പയ്യന്റെ മാതാവും സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ വിഷയങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. നമ്മളെ വണ്ടർല ഇങ്ങനെ പോയതായിരുന്നു. അന്നേരം ലാസ്റ്റത്തെ റൈഡിൽ കയറിയപ്പം അവർ റൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന വഴിക്ക് പറ്റിയതാണ്, പോയി ഇടിച്ച. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് എല്ലാം നോക്കിയിരുന്നു. ഇപ്പൊ നടന്നിട്ട് ആഗസ്റ്റ് 15-നാണ് നടന്നത്. ആഗസ്റ്റ് 15. അന്നേരം അവർ വന്നായിരുന്നു. അന്നേരം എനിക്ക് ബോധമില്ലായിരുന്നു. അന്നേരം ഫ്രണ്ട്സൊക്കെ അവർ വന്നായിരുന്നു. അന്നേരം അവർ നോക്കി. അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അവര് പിന്നെ വിട്ടായിരുന്നു. എക്സ്റേ എടുത്തായിരുന്നു. എക്സ്റേ എടുത്ത് മാത്രമേ ഉള്ളൂ. ഏകദേശം 1000 സംതിങ് ഉണ്ടായി ചിലവായി. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അന്നേരം എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ അവർ പറഞ്ഞത് ഒടുവുണ്ട്, അന്നേരം ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അന്നേരം ഓപ്പറേഷൻ ചെയ്യാൻ നമുക്ക് അതിനുള്ള സമയമില്ല. അപ്പോൾ എനിക്കിപ്പം ഈ 1-ാം തീയതി കയറി പോകേണ്ടതാണ്. ഞാൻ ഗൾഫിലാണ്. അന്നേരം 1-ാം തീയതി എനിക്ക് പോകേണ്ടതാണ്. അന്നേരം അത് നീട്ടി വെച്ച് ജോലിയെല്ലാം പോകുന്ന അവസ്ഥയാണ്. ഇല്ല, അവർ പിന്നെ അതിനെ പറ്റി ചോദിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇല്ല, പിന്നെ വിളിച്ച് തിരക്കിയൊന്നുമില്ല. കൈ ഇപ്പം പുഴവെള്ളം വെച്ച് തെറ്റി കിടക്കുകയാണ്. ഇനി ഓപ്പറേഷൻ ചെയ്താലേ അത് നേരെ ആവത്തോളം എന്നാ പറയുന്നത്. അത് ഇടിച്ചടിയല്ല, ഫ്രണ്ട്സൊക്കെ ആയിരുന്നു നോക്കി. അവര് പിന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം അവർ തന്നെ ആയിരുന്നു. പിന്നെ അവരെ കൂട്ടത്തിൽ ഒരാൾ വന്നെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, എന്നിട്ട് പിന്നെ അവരങ്ങ് പോയെന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി പിന്നെ ഞാൻ ചോദിച്ചൊന്നുമില്ലായിരുന്നു. അവിടെ നിന്ന് അവർ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരത്തെ ഇവിടെ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞ് അങ്ങനെ രാത്രി 11 മണിയായപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർ അപ്പോഴും എക്സ്റേ എടുത്ത് CT സ്കാൻ എടുത്ത് ഇതെല്ലാം ചെയ്ത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതണക്ക് കുഴ തെറ്റിയതാ, അത് പിടിച്ചിട്ട് അവനെ ഓർമ്മ എടുത്തിട്ടാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണം, 1 ലക്ഷം രൂപ ആവും, അതിനുള്ള നിവൃത്തി ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ അവന് തിരിച്ചു പോകണം, ടിക്കറ്റ് എടുത്ത് ആ കാര്യങ്ങളെല്ലാം ഇതിലാണ്.
അവസ്ഥയായി. വണ്ടർലാല് ഉദ്യോഗസ്ഥരെന്തായാലും ഇതിന് നടപടി എടുക്കണം. ഞങ്ങൾ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. എന്റർടൈൻമെന്റിന് വേണ്ടി പോയി, എന്റെ ടൈം മുഴുവൻ പോയി എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായി പോയി. അപ്പൊ ഇതിന്റെ മാതാവ് സംസാരിക്കുന്നുണ്ട്, പിതാവിന് എന്തോ അസുഖവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഇതിന് ട്രീറ്റ്മെന്റിന് 1 ലക്ഷം രൂപ വേണ്ടി വരുന്നു. ഇനി ഗൾഫിലേക്ക് പോകാനും ബുദ്ധിമുട്ട അവസ്ഥ. ഇപ്പൊ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 10,000-10,000 രൂപ 20,000 രൂപയ്ക്ക് അടുത്തങ്ങാണ്ട് ആയിട്ടുമുണ്ട് അവർക്ക് ട്രീറ്റ്മെന്റിന്. ഇത് എനിക്ക് തോന്നുന്നു വീഗാലാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇവർ കൃത്യമായിട്ടൊരു കാര്യം അവരിലേക്ക് എത്തിക്കാത്തതുകൊണ്ട്, മേ ബി അവർക്ക് ഇതിന്റെ കണക്ഷൻ കിട്ടാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഈ കാര്യം ഉണ്ടാവാത്തത് കൊണ്ടും ആവാം. എങ്കിലും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ വീഗാലാൻഡ് അല്ല എങ്കിൽ തന്നെയും ഞാൻ പറയുന്നത്, വീഗാലാൻഡ് എന്ന് പറയുന്ന ഒരു സംഘടിത സംവിധാനം എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായിട്ടൊരു ചട്ടക്കൂടിനുള്ളിൽ, ഒരു ഗേറ്റിനുള്ളിൽ, മതിലിനുള്ളിൽ ഉള്ളതാണ്. അതെല്ലാം ഒരാളുടെ വ്യക്തിയുടെ ആണെങ്കിൽ നമ്മൾ അല്ലാതെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വെള്ളച്ചാട്ടങ്ങളിലേക്ക് പോകാറുണ്ട്, പുഴകളിലേക്ക് പോകാറുണ്ട്. അതൊക്കെ പ്രകൃതിയുടേതാണ്. അവിടെ എന്തെങ്കിലും പോയി അപകടം പറ്റിക്കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് ഔസേപ്പ് ചുറ്റിലപ്പള്ളിയോ വീഗാലാൻഡിനെയോ അല്ലെങ്കിൽ വണ്ടർലാൻഡിലും നമുക്കിതിന്റെ കുറ്റം പറയാൻ പറ്റുമെങ്കിൽ, വേറെ സ്ഥലത്തേക്ക് പോയി വെള്ളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ, നീന്താൻ ഇറങ്ങുകയാണെങ്കിൽ, ഒരു പുഴയിൽ പോയി ഇറങ്ങുകയാണെങ്കിൽ, വെള്ളച്ചാട്ടത്തിൽ പോകണമെങ്കിൽ അവിടെ നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. പ്രകൃതി മാത്രമേ കുറ്റം പറയാൻ പറ്റൂ. അവിടെ നമ്മൾ കൂടെ ശ്രദ്ധിക്കണം. പക്ഷെ ഇവിടെ വീഗാലാൻഡ് സമയത്തുള്ള അവർ റൈഡിൽ കയറി, റൈഡിന്റെ കംഫർട്ട് കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ പറ്റിയതായിരിക്കും. എങ്കിലും അത് തീർച്ചയായിട്ടും ഉത്തരവാദിത്തം ചെയ്യേണ്ടത് ഈ വണ്ടർലയെ സംബന്ധിച്ചിടത്തോളം അവർ മറുപടി പറയേണ്ട അവരുടെ ഒരു ബാധ്യതയാണ്. അവർ കൂടെ വന്ന് നിന്ന് ഈ പറയുന്ന എക്സ്റേ എടുത്ത് വിട്ടു എന്ന് പറയുമ്പോൾ അവിടെ 10,000 രൂപയുടെ ചിലവ് മാത്രമേ അവർക്ക് ആയിട്ടുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പയ്യൻ 1 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ട് ഒരു എന്റർടൈൻമെന്റ് പോയിട്ട് ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉത്തരവാദിത്വം എടുക്കേണ്ട ഒരു മര്യാദ, മാന്യത തീർച്ചയായിട്ടും ബഹുമാന്യനായ ശ്രീ ഔസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള വണ്ടർല ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇവർക്ക് നല്ല ഒരു തീരുമാനം, അവർക്ക് അനുകൂലമായൊരു തീരുമാനം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോ കേട്ടോ. ഇതല്ലാതെ ആരെ കുറ്റപ്പെടുത്താനില്ല. ചിലപ്പോൾ ഇത് പറ്റിപ്പോയതാവാം, പറ്റിപ്പോയ ബുദ്ധിമുട്ടാണ്. പലയിടത്തും ഇങ്ങനെ സംഭവിക്കാറുണ്ട്, പലയിടത്തും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അവിടെ മേ ബി ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവർ കൃത്യമായിട്ട് അതിനെ ഡീൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കും പുറത്തേക്ക് വരാത്തത്. ഇവിടെ ഇവർക്ക് പരാതിയോ കാര്യങ്ങളോ ഇല്ല, അപകടം പറ്റിപ്പോയി. അതിന് അവർക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഉപകാരമായിരിക്കും. അവരുടെ സാധു ഫാമിലി ആയതുകൊണ്ടാണല്ലോ അവരിങ്ങനൊരു കാര്യം അവരെടുത്ത് പറയുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി കൂടെയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. പൂർണ്ണമായി നമ്മുടെ ശ്രദ്ധ നമ്മൾ തന്നെ ഏറ്റെടുക്കണം. എത്രയൊക്കെ സുരക്ഷിതം എവിടെയൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മുടെ ശ്രദ്ധ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നു. ഇതൊരു അറിയിപ്പായിട്ട് എടുക്കുക, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഇറ്റ്സ് മീ അൽത്താഫ് സൈനിങ് ഔട്ട്.